ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി UDF മാതൃക കാണിച്ചു. കോൺഗ്രസ് എടുത്ത മാതൃക സത്യത്തിൽ മറ്റു പാർട്ടികൾ കൂടി എടുക്കേണ്ടതാണ്. എല്ലാ സമയത്തിനനുസരിച്ച് ഞാൻ ചോദിട്ടെ, ഒരു പരാതി KPC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് കൊടുത്തപ്പോൾ അന്ന് തന്നെ അദ്ദേഹം DGP കൊടുത്തു. മറ്റു പാർട്ടിക്ക് എന്താ, ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത്. നിയമവ്യവസ്ഥയിൽ ഞാൻ ഒരു കാര്യം പറയൂ, നിയമവ്യവസ്ഥയിൽ അന്വേഷിക്കേണ്ട ആരാ? പാർട്ടിയാണോ? പോലീസല്ലേ? കൊടുത്തല്ലോ. അത് മറ്റൊരു ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ പാർട്ടി ഇത് കോൺഗ്രസ് ചെയ്ത ഈ നടപടിയാണ് മറ്റു പാർട്ടികൾ മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. തിരിച്ച് ജയിലിൽ കിടക്കുന്നവനെ ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ മുഴുവൻ സ്വർണം കെട്ടവനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളേറെ ആരോപണ വിധേയരായിട്ടുള്ള ഉൾപ്പെടെ അവർ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കുറിച്ചിട്ടുള്ളത് ഈ രാഹുലിനെതിരെ നേരത്തെ തന്നെ പല പരാതികളും നേതാക്കൾക്ക് നൽകിയ ഒരു നടപടി കോൺഗ്രസ് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കെല്ലാം ഒരു പരാതി പറഞ്ഞിട്ട് 3-4 മാസം നിങ്ങളുടെ ഈ കേരള ഗവൺമെന്റ് അന്വേഷിക്കുന്ന പോലീസ് പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആരും കൊടുത്തില്ലല്ലോ. 2 ദിവസം മുമ്പല്ലേ പരാതി കൊടുത്തു. ആ പരാതി അപ്പം തന്നെ നടപടി സ്വീകരിച്ചല്ലോ. നടപടി സ്വീകരിക്കാൻ രണ്ടാമത് വീണ്ടും പരാതി കൊടുത്തപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചു അന്വേഷിക്കാൻ. ഇതല്ലേ ഒരു പാർട്ടി ചെയ്യാൻ പറ്റുന്നത്? അല്ലാതെ ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ കോൺഗ്രസ് കാണിക്കുന്ന മാതൃകാപരമായിട്ടുള്ള നടപടിയാണത്. ഇത് മറ്റു പാർട്ടികളാണ് ചെയ്യേണ്ടത്. തിരിച്ച് നിങ്ങൾ ചോദിക്കണം, അയ്യപ്പന്റെ മുഴുവൻ സ്വത്ത് കെട്ടിട്ടുള്ള മുൻ MLA ജയിലിൽ കിടക്കുമ്പോൾ ഇപ്പോഴും ന്യായീകരിക്കുന്ന പാർട്ടിയോട് പരാതികൾ വൈകാൻ കാരണം പ്രധാനമായും ഇപ്പൊ പരാതി വന്നപ്പോൾ തന്നെ അതിജീവിത സൈബർ അടുത്ത് പോലും അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വിഭാഗം കടന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ പരാതികളെല്ലാം ഈ പുറത്തേക്ക് വരാൻ തന്നെ തടസ്സമായത്. ഒരാളിന്റെ പേരിൽ വാക്കാൽ പരാതി ഉണ്ടായിരുന്നുള്ളൂ, ആ നടപടി സ്വീകരിച്ചു. വാക്കാൽ പരാതി എഴുതി ആരും കൊടുത്തില്ല. ഇങ്ങനെ ആരോപണം വന്നത് അപ്പം തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം രാജിവെച്ചു. സസ്പെൻഡ് ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഇല്ലല്ലോ. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി. ഒരിക്കലും എവിടെയെങ്കിലും ഞങ്ങള് ആ കോർ കമ്മിറ്റി അദ്ദേഹമില്ല, ഞങ്ങൾ അദ്ദേഹം ആലോചിച്ചിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരിക്കലും അദ്ദേഹമായിട്ടുള്ള സസ്പെൻഡ് ചെയ്ത ശേഷം ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരാൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയും അദ്ദേഹം. കുറച്ചു മുമ്പ് BJP പറഞ്ഞത് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് MLA ആയിരിക്കുന്നത്. അപ്പൊ MLA സ്ഥാനം കൂടെ രാജിവെക്കാൻ പറയണം. അത് അവരുടെ വ്യാമോഹമാണ്, മനസ്സിലാണ്ട. അത് അദ്ദേഹം ഇനി തീരുമാനിക്കാൻ അദ്ദേഹമാണ്. ആര്? ഞങ്ങളല്ല. ഒരു കാര്യം ആണ് ആണ് ഞങ്ങൾ പറയണക്കൂ. പാലക്കാട് ജനങ്ങള് രാഹുലിനെ കണ്ടിട്ടാണോ കോൺഗ്രസിനെ കണ്ടിട്ടാണോ വോട്ട് ചെയ്തത്? കോൺഗ്രസിനെ കണ്ടിട്ടാണോ? UDF അത് അദ്ദേഹം ഉചിതമായി തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു, ഇപ്പൊ ഡിസ്മിസ് ചെയ്തു. ഇനി എന്താ ചെയ്യും ഒരു പാർട്ടി? നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞ ഈ മാതൃക, നിങ്ങൾ ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചൂടെ? ഈ രീതി മറ്റു പാർട്ടികൾ കൂടി കണ്ടുപഠിക്കണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. ഇത്തരം വിഷയം CPM-ൽ ഉണ്ടാകുമ്പോൾ പാർട്ടി പരിശോധിക്കട്ടെ എന്നാണ് മറുപടി ഉണ്ടാകുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം.